നമസ്കാരം. പ്രധാന വാർത്തകൾ. മാധ്യമകുലപതിക്ക് വിട. മുതിർന്ന മാധ്യമപ്രവർത്തകൻ TJS ജോർജ് അന്തരിച്ചു. ബംഗളൂരുവിലായിരുന്നു അന്ത്യം. ബംഗളൂരു മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. പിന്നാലെ മരണം സ്ഥിരീകരിച്ചു. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച മാധ്യമകുലപതിയാണ് TJS ജോർജ്. പത്തനംതിട്ട ജില്ലയിലെ തുമ്പമൺ സ്വദേശിയാണ്. മുംബൈയിൽ ഫ്രീ പ്രസ് ജേണലിൽ നിന്നാണ് TJS ജോർജിന്റെ മാധ്യമപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദ സെർച്ച് ലൈറ്റ്, ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ, ഏഷ്യ വീക്ക് എന്നിവയിൽ പ്രവർത്തിച്ചു. ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഡിറ്റോറിയൽ അഡ്വൈസറായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ തടവിലാക്കപ്പെട്ട ആദ്യ പത്രാധിപരാണ് TJS ജോർജ്. ഒടുവിൽ ബിന്ദുവിന്റെ മകന് സർക്കാർ ജോലി. നിയമന ഉത്തരവിറക്കി. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകന് സർക്കാർ സർവീസിൽ നിയമനം നൽകി ഉത്തരവിറക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് നിയമനം നൽകിയത്. ദേവസ്വം ബോർഡിലെ മരാമത്ത് വിഭാഗത്തിൽ 3rd ഗ്രേഡ് ഓവർസിയർ തസ്തികയിലാണ് ബിന്ദുവിന്റെ മകൻ നവനീതിന് നിയമനം നൽകിയത്. നവനീത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. വൈക്കം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിലാണ് ജോലിയിൽ പ്രവേശിക്കേണ്ടത്. കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം നൽകിയ പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞ മാസം താക്കോൽ കൈമാറിയിരുന്നു. കോട്ടയം കുറുവിലങ്ങാട് നിന്നും കാണാതായ സ്ത്രീയുടെ മൃതദേഹം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിച്ചതെന്നാണ് പോലീസ് നിഗമനം. കാണക്കാരി കപ്പടക്കുന്നിൽ വീട്ടിൽ ജെസിസാമാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ഇടുക്കി കരിമണ്ണൂർ ചെപ്പുകുളത്ത് ഉപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടത്. ഭർത്താവ് കൊല നടത്തിയെന്ന് പോലീസ് സംശയിക്കുന്നു. കഴിഞ്ഞ മാസം 29-ാം തീയതി മുതലാണ് ജെസ്സിയെ കാണാതാവുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം ജെസ്സി ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. കൊല്ലത്ത് KSRTC ബസ് ഡ്രൈവർക്ക് നേരെ സ്വകാര്യ ബസ് ജീവനക്കാരന്റെ കൊലവിളി. ചാത്തന്നൂർ ഡിപ്പോയിലെ KSRTC ബസ് ഡ്രൈവർ രാജേഷിന് നേരെയാണ് സ്വകാര്യ ബസ് ഡ്രൈവർ കൊലവിളി മുഴക്കിയത്. സ്വകാര്യ ബസ് ഡ്രൈവറായ പൂയപ്പള്ളി സ്വദേശി അനന്തുവാണ് രാജേഷിന് നേരെ കൊലവിളി നടത്തിയത്. KSRTC ബസ്സിലെ ഡ്രൈവർ സീറ്റിനടുത്ത് വന്ന് അസഭ്യവർഷം നടത്തിയ ശേഷം വെട്ടിക്കൊല്ലുമെന്നായിരുന്നു അനന്തുവിന്റെ ഭീഷണി. അനന്തു ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോയും പുറത്തു വന്നു. കൊച്ചിയിൽ ട്രെയിനിന് നേരെ കല്ലേറ്. 2 +1 വിദ്യാർത്ഥികൾ പിടിയിൽ. വിദ്യാർത്ഥികളെ എറണാകുളം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ മാതാപിതാക്കളോടൊപ്പം ഹാജരാക്കി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് കുട്ടികളെ അടുത്ത 15 ദിവസത്തേക്ക് കാക്കനാട് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. മുതിർന്നവരെങ്കിൽ 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഗുരുതര കുറ്റകൃത്യമാണിത്. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനും കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനും ഇടയിലുണ്ടായ കല്ലേറിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരുന്നു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്.